ഹായ് ഹലോ കൂട്ടുകാരെ, മഹാലക്ഷ്മി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സാഗറിനെയും കൂട്ടി കണ്ണൻ അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തിയിരിക്കുകയാണ്. അനന്തുവിൻ്റെയും ലേഖയുടെയും വീട്ടിലെത്തിയ ഉടൻ തന്നെ സാഗർ മുമ്പ് കണ്ണനോട് പറഞ്ഞ കാര്യങ്ങൾ അനന്തുവിനും ലേഖയോടും കൂടി പറയുന്നു. മഹാലക്ഷ്മിയുടെ ഇംഗിതത്തിന് വഴങ്ങി നിൽക്കാത്തതുകൊണ്ടാണ് അവൾ തൻ്റെ മുഖത്ത് അടിച്ചതെന്നു കൂടി പറഞ്ഞ് അവിടെയുള്ളവരെയെല്ലാം സാഗർ തൻ്റെ വരുതിയിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഈ സമയത്ത് ലേഖ കൂടി മഹാലക്ഷ്മിയെ വിളിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണമെന്ന് ലേഖ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ കേട്ട് മഹാലക്ഷ്മിക്ക് വല്ലാത്ത ടെൻഷൻ ആവുകയാണ്. മഹാലക്ഷ്മി അവിടെ എത്തിച്ചേരുമ്പോൾ എല്ലാവരുടെയും കഴുകൻ കണ്ണുകളോടുകൂടിയുള്ള നോട്ടം മഹാലക്ഷ്മി ശ്രദ്ധിക്കുന്നു. സാഗർ മുൻകൂട്ടി എത്തിയ കാര്യവും സാഗർ എല്ലാ കാര്യങ്ങളും വളച്ചൊടിച്ച് പറഞ്ഞെന്നും ഇനി താൻ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കില്ല എന്നുള്ള സത്യവും മഹാലക്ഷ്മി മനസ്സിലാക്കുന്നു. എല്ലാവരുടെയും മുഖത്തുള്ള ദേഷ്യം കണ്ട് മഹാലക്ഷ്മി ആകെ പരിഭ്രാന്തിയായി. ഇനി താൻ എന്തു പറഞ്ഞിട്ടും കാര്യമില്ല എന്ന് മഹാലക്ഷ്മിക്ക് മനസ്സിലായതോടുകൂടി അവൾ കണ്ണേട്ട എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ സമയത്ത് അനന്തവും ലേഖയും കൂടി മഹാലക്ഷ്മിയെ കടിച്ചു കീറുകയാണ്. എന്താ മഹാലക്ഷ്മി, എപ്പോഴും കണ്ണനില്ലാത്ത സമയത്താണല്ലോ മഹാലക്ഷ്മിക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മഹാലക്ഷ്മിക്ക് ഇങ്ങനെയുള്ളൊരു ദുഷിച്ച സ്വഭാവം ഉള്ള കാര്യം ഞങ്ങൾക്കറിയില്ലായിരുന്നു. നീ കണ്ണൻ്റെ ജീവിതത്തിലേക്ക് വന്നത് അവൻ്റെ സ്വത്തും പണവും ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് കണ്ണനെ വഞ്ചിച്ച നിനക്കിനി ഇവിടെ നിനക്കധികം സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ലേഖയും അനന്തവും മഹാലക്ഷ്മിയെ കടിച്ചു കീർന്നു. ഇതേസമയം മഹാലക്ഷ്മി താൻ അവനോട് മോശമായിട്ടൊന്നും പെരുമാറിയില്ല എന്നും അവനാണ് തന്നോട് മോശമായിട്ട് പെരുമാറിയതെന്നൊക്കെ പറയാൻ നോക്കുന്നുണ്ട്. പക്ഷേ അതൊന്നും ആരും കേൾക്കുന്നില്ല. ഈ സമയത്ത് മഹാലക്ഷ്മി കരഞ്ഞ് കണ്ണൻ്റെ കാൽ പിടിക്കാനാണ് ശ്രമിക്കുന്നത്. കണ്ണേട്ട, എന്നെ ഉപേക്ഷിക്കരുത്, കണ്ണേട്ടനെ മറന്ന് എനിക്കൊരു ജീവിതമില്ല എന്നും പറഞ്ഞ് മഹാലക്ഷ്മി പൊട്ടിക്കരയുകയാണ്. ഇവിടെ കണ്ണനും ആകെ അങ്കലാപ്പിലായിരിക്കുകയാണ്. ഈ സമയത്ത് അനന്തവും ലേഖയും കൂടി ചേർന്ന് മര്യാദയ്ക്ക് ഇവിടെ നിന്നും പൂങ്കണ്ണീർ ഒഴുക്കാതെ പുറത്തു പോ എന്ന് പറഞ്ഞ് ആക്രോശിച്ചുകൊണ്ട് മഹാലക്ഷ്മിയെ പിടിച്ച് തള്ളുന്നുണ്ട്. അങ്ങനെ ഇറങ്ങിപ്പോടി ഇവിടെ നിന്നും പറഞ്ഞുകൊണ്ട് ലേഖ മഹാലക്ഷ്മിയുടെ കഴുത്തിൽ പിടിച്ച് വാതിലിന് പുറത്തേക്ക് തള്ളുകയാണ്. മഹാലക്ഷ്മി മുറ്റത്തേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ സമയത്ത് കമലേശ്വരത്ത് എല്ലാവരും സന്തോഷത്തിലാണ്. കരുണയും മഞ്ജുവും ദുർഗയും എല്ലാവരും കൂടി സന്തോഷമായിരിക്കുന്നു. ഈ സമയത്താണ് മേഘൻ അങ്ങോട്ട് വരുന്നത്. മേഘൻ പറഞ്ഞ രീതിയിലാണല്ലോ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എന്ന് കരുണ പറയുന്നുണ്ട്. അപ്പോൾ മേഘൻ പറയുന്നു, ഞാൻ വെറുതെ വരുമ്പാക്ക് പറയുകയില്ല. മഹാലക്ഷ്മിയുടെ കമലേശ്വരത്തെ വാഴ്ച അവസാനിച്ചു കഴിഞ്ഞു. ഇനി കരുണയ്ക്ക് ആരെയും പേടിക്കേണ്ടയില്ല. ഇനി കരുണയാണ് കമലേശ്വരത്തെ റാണി എന്നുകൂടി മേഘൻ പറയുന്നു. ഇതെല്ലാം കേട്ട് സന്തോഷിച്ചു നിൽക്കുന്ന കരുണയെയും ദുർഗയെയും മഞ്ജുവിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.